ഞാനിന്ന് മുട്ടപ്പഴത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പഴം അധികം വീടുകളിലൊന്നും ഇല്ല, എന്നാലും ഉള്ള വീടുകളിലാണെങ്കിലോ അത് നിറയെ പഴങ്ങളുണ്ട്. പക്ഷെ അവരൊന്നും എടുക്കണില്ല, ഇതിന് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ്. മാർക്കറ്റുകളിലൊന്നും അങ്ങനെ വാങ്ങാൻ കിട്ടൂല. അതാണ് ഈ ഒരു പഴത്തിൻ്റെ ഒരു ഇത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കരു പോലെയാണത്. എനിക്ക് പിന്നെ ഞാൻ കിട്ടിയ ജ്യൂസ് അടിച്ചും അതുപോലെ നല്ല പഴുത്താൽ വെറുതെ കഴിക്കാനൊക്കെ ടേസ്റ്റാണ്. ഞാനിത് മിക്സിയിലടിച്ചിട്ട് ഞാൻ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 4 മുട്ടപ്പഴം എടുത്തിട്ട് ഇതേപോലെ ഉള്ളുന്നതിൻ്റെ കാമ്പ് മാത്രം എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, മുട്ടൻ്റെ ആ മഞ്ഞക്കരു പോലെ തന്നെയാണ്. അത് അടിച്ചാലും നമ്മൾ കഴിച്ചാലൊക്കെ വായിൽ ഒരു ഇത്തിരി ഇട്ടാലും കൂടുതലായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ആർക്കും ഇഷ്ടപ്പെടാത്തതെന്നാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മുട്ടപ്പഴം. അങ്ങനെ ഞാനൊരു 4 മുട്ടപ്പഴം ഞാനിവിടെ അതിൻ്റെ കാമ്പ് മാത്രം എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയിലിട്ടിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതൊരു 2 ഗ്ലാസ് ജ്യൂസിനൊക്കെ ഒരു പഴം ഇട്ടാൽ മതി, അത്രയും കുറുകലാണ് ഈ ഒരു പഴത്തിന്. നല്ലൊരു പൊടിയാണ്. ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിക്കാം. പുഡിങ് ഉണ്ടാക്കണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതുണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അതിന് പഴം ഇട്ട് അതിൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിച്ചിരുന്നു. ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി പാലിൽ കലക്കിയിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നാകുമോയെന്നൊന്നും അറിയില്ല, ടേസ്റ്റ് ഉണ്ടാകുമോയെന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ എടുത്തത്. അപ്പോൾ നന്നായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ചൈന ഗ്രാസ് വെച്ചിട്ട് തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നമുക്ക് പുഡിങ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ആർക്കും ഇഷ്ടമല്ല, ഉണ്ടാവില്ല, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പാലും ഒഴിച്ചു, പഞ്ചസാര ഒഴിച്ചു, വാനില എസൻസ് ഒഴിച്ചു. പാലൊരു 500 ഗ്രാമും പഞ്ചസാര ഒരു 3/4 കപ്പും വാനില എസൻസ് ഒരു സ്പൂണുമാണ് ഒഴിച്ച്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. വലിയ ലൂസിലൊന്നുമല്ല ഞാൻ അത് ഇതാക്കിയത്. ഈ ഒരു മുട്ടപ്പഴമാകുമ്പോൾ ഇങ്ങനെ നല്ലൊരു ടൈറ്റാണ്. അതിന് വേണ്ടി പാലും ഇതൊക്കെ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ നമ്മളെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്താലേ ഒന്നും കൂടി അത് ടൈറ്റാവും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കും. ഒരുപാട് ആൾ ഞാൻ ഇത് കാണിച്ചു കൊടുത്തു ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ മുട്ടപ്പഴമാണ്, അത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ ഇത് പിന്നെ കുറച്ച് തണുത്തപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ തേങ്ങാപ്പീര ഞാൻ ഇട്ട് കൊടുത്തു. അതൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ വണ്ടിപ്പരിപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയും വീണ്ടും കാണാം. താങ്ക് യു.